സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന് പന്തള തുടക്കം. ശബരിമല വികസനം, സുരക്ഷ, വിശ്വാസം എന്നീ വിഷയങ്ങളിൽ രാവിലെ സെമിനാറുകൾ നടക്കും. ശബരിമല തന്ത്രി സംഗമത്തിന് ദീപം തെളിയിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം. പന്തളത്തെ സംഗമം വിശ്വാസികളുടെ സമ്മേളനമാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ G. രാമൻ നായരും പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം അവിടുത്തെ ആചാരവിശ്വാസങ്ങൾ എല്ലാം സംരക്ഷിക്കണമെന്നുള്ളതാണ്. ആചാരവിശ്വാസത്തെ ധ്വംസിച്ചവർ, പിച്ചിച്ചീന്തിയവർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് വന്നതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സംശയങ്ങളുണ്ട്. ദുരൂഹതകൾ ധാരാളമുണ്ട്. ശൂന്യമായിരുന്നു അവിടുത്തെ ഹാൾ, അവരുടെ സമ്മേളന വേദി. എന്തുകൊണ്ടത് സംഭവിച്ചു? കാരണം അയ്യപ്പന്മാർ ബഹിഷ്കരിച്ചു. അതിന് കാരണമുണ്ട്. കാരണം അവർക്ക് വലുത് വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം നിൽക്കും. ഇന്നിവിടെ പന്തളത്ത് നടക്കുന്ന സമ്മേളനം വിശ്വാസികളുടെ സമ്മേളനമാണ്. വിശ്വാസമാണ് വലുത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. വിശ്വാസികളുടെ ഒരു സംഘം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ആർക്കും എതിരല്ല, ആരെയും എതിർക്കാനുള്ളതല്ല. മറിച്ച് ശബരിമലയെ സ്നേഹിക്കുകയും ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ശബരിമലയെക്കുറിച്ചും അതിന്റെ തീർത്ഥാടന കാര്യങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്മേളനം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ശബരിമല എന്ന് പറയുന്ന ആ പുണ്യഭൂമിയെ മലീമസമാക്കാനും അതിലെ പാവനത നശിപ്പിക്കാനും ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർ പാപപരിഹാരത്തിന് വേണ്ടി പമ്പയിൽ കുളിച്ച് ഒരു പാപപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ഒരു സമ്മേളനമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. അല്ലാതെ അത് ശബരിമലയെ സംരക്ഷിക്കുന്നതിനോ ശബരിമലയുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനോ ഉള്ള ഒരു സംഭവമായിട്ട് അതിനെ വിലയിരുത്താൻ നമ്മളാരും തയ്യാറല്ല. MG പ്രതീക്ഷ വാർത്തകൾ വിളിച്ചിരുന്നു. പ്രതീക്ഷ, ഇന്ന് വൈകിട്ടത്തെ ഭക്തജന സംഗമത്തിലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരുടെ ആശംസാ സന്ദേശങ്ങൾ വായിക്കുമോ? അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ് ഈ സംഗമത്തിലും പങ്കെടുക്കുന്നത്? പ്രതീക്ഷ. ഹഷ്മി, ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ അത് കഴിഞ്ഞ് 2 ദിവസത്തിനിപ്പുറം പന്തളത്ത് വിശ്വാസി സംഗമം നടക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിൽ വിശ്വാസ സംഗമം നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇതിന്റെ ആദ്യഘട്ട പരിപാടികൾ നടക്കുന്ന, പ്രധാനമായും സെമിനാറുകളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. സെമിനാറുകൾ നടക്കുന്ന ഈ നാനാ കൺവെൻഷൻ സെന്ററിലാണ്. ഇപ്പോൾ ഈ ചായ കുടിക്കാനുള്ള ഒരു ഇടവേളയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. പ്രധാനമായും 3 വിഷയങ്ങളിൽ ആദ്യഘട്ടത്തിൽ സെമിനാറുകൾ നടക്കും. അത് ശബരിമലയുടെ വികസനമാണ് പ്രധാനപ്പെട്ട വിഷയം ആദ്യത്തേതായി പറയുന്നത്. അത് ശബരിമലയിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് G. രാമൻ നായരാണ് ആ ചർച്ച നയിക്കുന്നത്. അതിന് പിന്നാലെ ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായി ബന്ധപ്പെട്ടും സുരക്ഷയുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കും. ഈ പുല്ലുമേട് ദുരന്തം അന്വേഷിച്ച ഹൈക്കോടതി ജസ്റ്റിസ് ഹരിഹരനാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകൾ അവതരിപ്പിക്കുന്നത്. ഒപ്പം ഈ അയ്യപ്പ സമാജം സ്ഥാപക സെക്രട്ടറി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നയിക്കും. ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പൊതുസമ്മേളനം നടക്കുന്നത്. അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുയർന്ന അതേ വിമർശനങ്ങൾ ഈ സമ്മേളന വേദിയിലും ഉയർന്നു കേട്ടു. ഭക്തജനങ്ങളുടെ സംഗമമല്ല ആഗോള അയ്യപ്പ സംഘം എന്ന പേരിൽ പമ്പയിൽ നടന്നത് എന്നതാണ് പ്രധാനമായും ഇവിടെ ഉയർന്നു കേട്ട വിമർശനങ്ങളിൽ ഒന്ന്. ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള പരിപാടി ആയിരുന്നില്ല അന്ന് നടന്നത്. പക്ഷേ ഇന്ന് പന്തളത്ത് നടക്കുന്നത് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയുടെ വികസനം എങ്ങനെ നടത്താം, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ സമ്മേളന വേദിയിൽ ഉയർന്നു കേൾക്കുമെന്നതാണ് അല്പസമയം മുമ്പ് ഇവിടെ പ്രസംഗിച്ച സംഘടനാ നേതാക്കളടക്കം പറയുന്നത്. ഉച്ചയ്ക്ക് 4 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കും. പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുക്കും. ഈ തമിഴ്നാട് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയാണ് ഈ ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വേദിയിലുള്ളത് ഇവിടുത്തെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഉണ്ടാകും. മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനുണ്ട്. KP ശശികല പോലെ തീവ്ര ഹൈന്ദവ സംഘടനകൾ നേതാക്കളുണ്ട്. എന്നിട്ടും അതിൽ രാഷ്ട്രീയമില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന വിശ്വാസികളുടെ പേര് പറഞ്ഞ് നടത്തുന്ന സംഗമങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അയ്യപ്പ സംഗമമാവട്ടെ, പന്തളത്തെ സംഗമമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.